ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ മസ്റ്റാർഡ് ലീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ സർസോക്ക സാഗ് എന്നൊക്കെ പറയത്തില്ലേ, സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്ത് സാധനമാണ്, നമ്മുടെ നാട്ടിലെ കടുകില്ലേ, കടുകിൻ്റെ ഇല കേട്ടോ ഇത്. എല്ലാവരും ചിന്തിക്കുന്നുണ്ട് ഈ കൊച്ചിന് വേറൊന്നും തിന്നാൻ കിട്ടില്ല, ഇത് എപ്പോഴും കാടും വെള്ളമൊക്കെയാണല്ലോ തിന്നുന്നതെന്ന്. പക്ഷേ ഇതിന് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ അത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ സി ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, കൈക്കും കാലിനൊക്കെ വേദനയുള്ളവരുടെ അതിനൊക്കെ കുറയ്ക്കാം. പിന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ നാട്ടിൽ ചീര പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു പാൻ എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ജീരകവും കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് എന്താ പറയുക നമ്മുടെ മല്ലിപ്പൊടി അതും കൂടെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് ആ എണ്ണയ്ക്കകത്തോട്ടോ ഞാൻ ചേർത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കടുകിൻ്റെ ഇല എൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി എന്താ പറയുന്നത്, കടുകിൻ്റെ ഇലയുടെ തണ്ടുണ്ടല്ലോ അത് നടുക്കുന്ന കീറിയാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ ചീഞ്ചിട്ട് നിറച്ചുകൊണ്ട്, പക്ഷേ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇത് മൊത്തം അങ്ങ് ചുങ്ങിപ്പോകും. ഇച്ചിരി കാണത്തുള്ളൂ. കൂടുതൽ നമുക്ക് വലിയ മസാല ഒന്നും ചേർക്കണ്ട. ചുമ്മാ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഡ്രൈ ഫ്രൈ ആയിട്ട് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം. കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഉപകാരപ്പെടുന്ന സാധനമാണ്. മിക്കപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, കൊച്ചേ നീ എന്തുവാ ഇതിൻ്റെ അകത്ത് ഈ കടുകെണ്ണയ്ക്കകത്തൊക്കെ ഉണ്ടാക്കുന്നത്, നിനക്ക് അതിന് ചൊവയൊന്നും ഇല്ലേന്ന്. പക്ഷേ സത്യത്തിൽ ഈ കടുകെണ്ണയ്ക്ക് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ട് കടുകെണ്ണയൊക്കെ കൂട്ടുമ്പോൾ അതിനൊരു ചൊവയൊക്കെ ഉണ്ട്, അതാണ് ഇതാണെന്ന്. പക്ഷേ ഒരു ചൊവയില്ല. കടുകെണ്ണയിൽ എന്ത് സാധനം നമ്മൾ ഉണ്ടാക്കുമ്പോഴും ആദ്യമേ നന്നായിട്ടൊന്ന് ചൂടാക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാസ് ഒരു ഫ്യൂമൊക്കെ അങ്ങ് പോകും. പിന്നെ അത് ഭയങ്കര ഹെൽത്തിന് ഒത്തിരി ഉപകാരമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഇത് ഉണ്ടാക്കി അതിന് കുറച്ച് നേരം നമ്മൾ സിമ്മിലിട്ട് അങ്ങ് വെച്ചേക്കണം. എന്നിട്ട് വേണ്ട കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഇങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് വരുവേ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ആദ്യം നമ്മൾ ഇട്ട ഇലയും ഇപ്പോൾ ഇത് നിങ്ങൾ എന്ത് ഡിഫറൻസ് ഉണ്ട്. ഇത് കരിഞ്ഞൊന്നും അല്ല കേട്ടോ, ഇത് നല്ലതായിട്ട് ഇലയൊക്കെ ഇതായത് നമ്മുടെ കേലിൻ്റെ ചിപ്സ് പോലെ ഇരിക്കും. നല്ല ടേസ്റ്റ്, നല്ല ഗുണങ്ങളുള്ള സാധനമാണ്. ഇനി കടുകില്ലാത്ത ഈ ഇല ഇട്ടാത്തൊരു കുറച്ച് കടുകെടുത്ത് അടുക്കളപ്പുറത്തോട്ട് എറിഞ്ഞു തരാം കേട്ടോ. വളർന്നേ വരും, എന്തായാലും മഴയല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.